അസ്സലാമു അലൈക്കും. തഹജ്ജുദിന് ഉണരാൻ പഞ്ചവിദ്യകൾ. പാപങ്ങൾ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നന്മ നന്മയിലേക്ക് നയിക്കും, തിന്മ തിന്മയിലേക്കാണ് നയിക്കുക. ഇതൊരു പൊതു തത്വമാണ്. പകൽ സമയത്ത് ധാരാളം പാപങ്ങളിൽ മുഴുകിയവനാണെങ്കിൽ അയാൾക്ക് തഹജ്ജുദിന് വേണ്ടി ഉണരാൻ തൗഫീക്ക് ലഭിക്കാനിടയില്ല. മഹാന്മാർ ചെറു കുറ്റങ്ങൾ പോലും വൻ കുറ്റങ്ങളായിട്ടാണ് ഗണിക്കാറുള്ളത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 5 മാസത്തോളം തഹജ്ജുദിനെ ഉണരാൻ കഴിയാതെ പോയി. ഒരിക്കൽ ഒരാൾ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെ സംബന്ധിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത് ഞാൻ കാണാനിടയാവുകയും ഈ മനുഷ്യൻ വെറുതെ ഭക്തി അഭിനയിക്കുകയല്ലേ, കാപട്യമല്ലേ അയാൾ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു പോയതേയുള്ളൂ. നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ തെറ്റിൻ്റെ പേരിലാണ് 5 മാസത്തോളം തഹജ്ജുദ് നിസ്കരിക്കാനുണരാൻ എനിക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യാതിരുന്നത്. ജമാഅത്ത് നമസ്കാരം പോലും ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് അയാൾ ചെയ്ത ഏതോ ഒരു കുറ്റത്തിൻ്റെ പേരിലായിരിക്കും എന്നാണ് പ്രസിദ്ധ സൂഫി വര്യൻ അരുൾ ചെയ്തത്. ഉറക്കിൽ സംഭവിക്കുന്ന ശുക്ലസ്ഖലനം ഒരു ശിക്ഷയാണെന്ന് ആ മഹാന്റെ പക്ഷം. ജനാബത്തിന് അകൽച്ച എന്നാണ് അർത്ഥം. നന്മയിൽ നിന്നുള്ള അകൽച്ചയാണ് ജനാബത്ത് കൊണ്ടുള്ള വിവക്ഷയെന്ന് മഹാനായ അബു സുലൈമാനി പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹുകളിൽപ്പെട്ട ഒരു മഹാൻ എന്ന വലിയൊരു പുണ്യവാളനെ സന്ദർശിക്കാൻ പോയ കഥ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബു ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ലോകപ്രശസ്തമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിവരിക്കുന്നു. ഖുർസുബ്നു വബറയുടെ വീട്ടിലെത്തിയ മഹാൻ കണ്ടത് ആ പുണ്യ പുമാൻ വാവിട്ടു കരയുന്നതാണ്. ബന്ധുക്കളിലാരോ മരിച്ചതുകൊണ്ടാണോ അങ്ങനെ കരയുന്നത്? ആഗതൻ ചോദിച്ചു. അല്ല, അതിലും എത്രയോ ഭയാനകരമായ കാര്യത്തിന്. ഖുർസുവിൻ്റെ പ്രത്യുത്തരം, നിലവിളി വളരെ ഉച്ചത്തിലായി. രോഗിയുണ്ടോ? അസഹ്യമായ വേദന നിമിത്തമാണോ അങ്ങ് കരയുന്നത്? മറുപടി, ഇല്ല. അതിലേറെ വിൽപ്പരകരമായ ഒരു സംഗതിക്ക് വേണ്ടി. എന്താണത്? ഒന്ന് പറഞ്ഞു തരാമോ? ഇന്നലെ രാത്രി തഹജ്ജുദും വെറുതും നഷ്ടപ്പെട്ടുപോയി. സുബഹിക്കാണ് ഉണർന്നത്. ഞാൻ ചെയ്തു പോയ ഏതോ ഒരു കുറ്റത്തിൻ്റെ പേരിലായിരിക്കില്ലേ അത്? തഹജ്ജുദ് നമസ്കാരവും സുന്നത്ത് നമസ്കാരമൊക്കെ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണമായാണ്. പാപകർമ്മങ്ങൾ നിമിത്തം നന്മകൾ തടയപ്പെടും. ഒരിക്കൽ ഒരാൾ മഹാനുഭാവമായ ഹസനുൽ ബസരിയോട് ചോദിച്ചു, മഹാനവർകളെ, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി ഉണരണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. വുളൂ ചെയ്യാൻ വെള്ളം പോലും എടുത്തു വെച്ചിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. ഒരിക്കലും സുബഹിക്ക് മുമ്പ് ഉണരാൻ സാധിച്ചിട്ടില്ല. മഹാനായ ഹസനുൽ ബസരി പറഞ്ഞു, എടോ, പാപങ്ങൾ നിനക്ക് വിലങ്ങ് വെച്ചിരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനായാൽ നിനക്ക് തഹജ്ജുദിനു വേണ്ടി ഉണരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ അശേഷം സംശയം വേണ്ട. അമിതാഹാരം ഉപേക്ഷിക്കുക. അധിക ഭക്ഷണം കഴിച്ചാൽ ശരീരഭാരം കൂടും. ഉറക്കം തൂങ്ങുക, ആലസ്യം ബാധിക്കുക മുതലായവ അമിതാഹാരം കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ തിന്നാൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അത് ഉറക്കം വർദ്ധിപ്പിച്ചെന്നു വരാം. അതുകൊണ്ട് സൂഫി ത്വരീഖത്തിലെ മുരീദുമാരുടെ തീന്മേശക്കരിക് ചെന്ന് അധികം തിന്നരുതെടോ, മതി, അല്പം കഴിച്ചാൽ മതിയാകൂ, തഹജ്ജുദിന് ഉണരാൻ കഴിയാതെ പോകും എന്നിങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ഓർക്കുക, ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. വെള്ളം മതികളിൽ കുടിച്ചാൽ ഉറങ്ങിപ്പോകും. തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മരണനേരത്ത് ഖേദിക്കേണ്ടി വരും. കഠിനാധ്വാനം പരമാവധി ഒഴിവാക്കുക. പകലിൽ ധാരാളമായി കഠിനാധ്വാനം ചെയ്താൽ രാത്രി ഉണരാൻ ബുദ്ധിമുട്ടാകും. കാരണം നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. അതിനാൽ പകൽ സമയത്ത് കഠിനാധ്വാനം കഴിവതും കുറയ്ക്കേണ്ടതാണ്. കൈലൂലത്തിൻ്റെ ഉറക്കം പതിവാക്കുക. നട്ടുച്ചയ്ക്ക് സുന്നത്തായ ഒരു ഉറക്കമുണ്ട്. അതാണ് കൈലൂലത്തിൻ്റെ ഉറക്കം. തഹജ്ജുദിന് ഉണരാൻ എളുപ്പമാകുന്നതിനു വേണ്ടി തന്നെയാണ് കൈലൂലത്തിൻ്റെ ഉറക്കം സുന്നത്താക്കിയിട്ടുള്ളത്. അതിനാൽ നട്ടുച്ചയ്ക്ക് അല്പനേരം ഒന്നുറങ്ങുക. ഉറങ്ങുന്നതിന് പോലും പരിശുദ്ധ ഇസ്ലാമിൽ പ്രതിഫലം ലഭിക്കാൻ വകുപ്പുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് കൈലൂലത്തിൻ്റെ ഉറക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നു എന്ന നിയത്തോടെ അങ്ങനെ അല്പനേരം ഉച്ചമയക്കം നിർവഹിച്ചാൽ അതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൂലിയും ലഭിക്കും. തഹജ്ജുദ് നമസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ടോ? ഇല്ല. തഹജ്ജുദ് നമസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് പെടുന്നത്. തഹജ്ജുദ് നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ വല്ല കുഴപ്പവുമുണ്ടോ? ഇല്ല. കറാഹത്ത് പോലുമില്ല. തഹജ്ജുദ് നമസ്കാരം ജമാഅത്തിനായി നിസ്കരിക്കൽ അനുവദനീയമാണ്. പക്ഷേ ഒരു കാര്യം, തഹജ്ജുദ് നമസ്കാരത്തിൽ ജമാഅത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ തഹജ്ജുദ് നമസ്കാരം ജമാഅത്തിനായി നിർവഹിക്കൽ സുന്നത്തുള്ള സന്ദർഭവുമുണ്ട്.
അതെങ്ങനെയെന്നാൽ ഒരാൾ റമദാനിൽ രാത്രി ഉറക്കമുണർന്ന് തറാവീഹും വിത്റും നമസ്കരിക്കുമെന്നിരിക്കട്ടെ. തറാവീഹിലും റമദാനിലെ വിത്റിലും ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ. പ്രസ്തുത നമസ്കാരങ്ങൾ അയാൾക്ക് ജമാഅത്തായി നമസ്കരിക്കാമല്ലോ. അങ്ങനെ ജമാഅത്തായി അവ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരങ്ങളുടെയും തഹജ്ജുദിൻ്റെയും ജമാഅത്തിൻ്റെയും ഒക്കെ പ്രതിഫലം അയാൾക്ക് നേടാം. രാത്രി ഉറക്കമുണർന്ന് ഏത് നമസ്കാരം നിർവഹിച്ചാലും അത് തഹജ്ജുദായി പരിഗണിക്കപ്പെടുന്നതാണ്. ഏത് നമസ്കാരമാണോ നിർവഹിച്ചത് അതിൻ്റെ കൂലിയും തഹജ്ജുദിൻ്റെ കൂലിയും രണ്ടും അയാൾക്ക് ലഭിക്കും. തഹജ്ജുദ് നമസ്കാരം എത്ര റക്അത്ത്? തഹജ്ജുദ് നമസ്കാരത്തിന് ഇത്ര റക്അത്തുകൾ എന്ന പരിധിയൊന്നുമില്ല, എത്രയും ആകാവുന്നതാണ്. തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണത്തിന് പരിധിയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ റക്അത്തുകൾക്ക് പരിധിയുണ്ടെന്നും അത് 12 റക്അത്താണെന്നും പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല എന്നാണെന്നല്ലോ പ്രബലമായ അഭിപ്രായം. അപ്പോൾ എത്രയും നമസ്കരിക്കാമെന്ന് വന്നു. 12 ആരോ പറഞ്ഞതാണ്. അതിനെ തെളിവാക്കാൻ നിവൃത്തിയില്ല. തഹജ്ജുദ് നമസ്കാരത്തിൽ കൂടുതലായി വല്ലതും ചൊല്ലേണ്ടതുണ്ടോ? കൂടുതലായി വല്ലതും ചൊല്ലണമെന്ന് നിർദ്ദേശമൊന്നുമില്ല. പക്ഷേ ദുആയും ഇസ്തിഗ്ഫാർ എന്ന പാപമോചന പ്രാർത്ഥനയും രാത്രിയിൽ അധികരിപ്പിക്കൽ പ്രബലമായ സുന്നത്താണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് നമസ്കാരത്തിന് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? പ്രത്യേക നിയ്യത്തൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് മതി. വേണമെങ്കിൽ ഉസല്ലി സ്വലാത്ത തഹജ്ജുദ്, ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് ചെയ്താൽ മതി. രാത്രി ഉറക്കമുണർന്ന ശേഷം നിങ്ങൾ വിത്തുറോ മറ്റോ ആണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ സുന്നത്തിൻ്റെ നിയ്യത്താണ് ചെയ്യേണ്ടത്. തഹജ്ജുദ് നമസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വേണ്ട. ഉറക്കമുണർന്ന ശേഷം രാത്രി ഏത് നമസ്കാരം നിർവഹിച്ചാലും തഹജ്ജുദിൻ്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തഹജ്ജുദ് നബിവചനങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ തഹജ്ജുദ് നമസ്കാരം പരാമർശിക്കുന്നുണ്ടെന്ന് ഗ്രഹിച്ചു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദിനെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞോ എന്ന് നോക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഫ്വലു സ്വലാത്ത ബഅദൽ മക്തൂബത്ത സ്വലാത്തുൽ ലൈൽ. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ശേഷം നിർവഹിക്കുന്ന തഹജ്ജുദ് നമസ്കാരമാകുന്നു.